ഹലോ, ഇന്ന് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് അസോള എന്ന് പറയുന്ന ഒരു പായലുണ്ട്. ആ പായലിന് വേണ്ടിയിട്ട് നമ്മൾ പോണ്ട് ഉണ്ടാക്കുകയാണ്. അപ്പോൾ നമ്മൾ കോഴികൾക്കും പശുക്കൾക്കും ഒക്കെ കൊടുക്കുന്ന പായലാണത്. അതൊരു ഫുഡാണ്, നല്ലൊരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡാണ്. അപ്പോൾ അത് നമ്മളിപ്പോൾ മീനെയും കൂടി വളർത്തുന്നുണ്ട്. അപ്പോൾ മീനും നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് എന്തായാലും നമുക്ക് കുറച്ച് വളർത്തിയേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് നമ്മൾ ഈ പോണ്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കട്ട നമ്മൾ ഓൾറെഡി ഫിഷ് ടാങ്കിന് വേണ്ടി നമ്മൾ ചെയ്തു വെച്ചിരുന്ന കട്ടയാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ പ്രധാനമായിട്ടൊരു പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കാൻ ആ പോണ്ട് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന സ്ഥലത്തെന്ന് വെച്ചാൽ ലെവലല്ലാത്ത ഗ്രൗണ്ടാണ്. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് ലെവലർ വെച്ചിട്ടൊക്കെ ലെവൽ ചെയ്തിട്ടാണ് അത് ചെയ്യുന്നത്. കുറച്ചധികം പണിയുണ്ട്. ഏകദേശം ഒരു 2-3 മണിക്കൂറത്തെ പണി ഉണ്ടാവും. ഞാനിവിടെ ഉപയോഗിക്കുന്നത് 6 ഇഞ്ചിൻ്റെ കട്ടയാണ്. 6 ഇഞ്ചിൻ്റെ കട്ട നമ്മൾ കറക്റ്റായിട്ട് ലെവൽ ചെയ്ത് വെക്കണം. കാരണം എന്ന് വെച്ചാൽ ഇത് ലെവലല്ലാത്ത ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ വെള്ളം ഡ്രെയിൻ ചെയ്ത് കളയുന്നതിലൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് ചെയ്യണമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ വെള്ളം കെട്ടിക്കിടക്കുന്ന അവസ്ഥയിലുണ്ടാവരുത്, നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും എന്നുള്ള രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ തന്നെ കുറച്ച് ഗപ്പിനെയൊക്കെ വളർത്താമെന്ന് വിചാരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലെവലാക്കി തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഗ്രൗണ്ട് ലെവലല്ലാത്തതുകൊണ്ടാണ് അവിടുന്ന് മണ്ണെടുത്ത് മാറ്റേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ പ്രൊഫഷണൽ അല്ല എന്നുണ്ടെങ്കിലും നമ്മൾ കുറച്ച് കാര്യങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ലെവലറൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു ആമസോണിൽ നിന്ന്. അതാണ് ആ റെഡ് കളറിൽ കാണുന്നത്. നമ്മൾ അങ്ങനത്തെ കുറച്ച് ചെറിയ ചെറിയ ടൂളുകൾ മേടിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് നമ്മൾ ആ മഞ്ഞ കളറിൽ കാണുന്ന ഒരു ടൂള്. അത് ഭയങ്കര ഉപയോഗപ്രദമാണ്. 2 സൈഡിലും 2 ഉപയോഗങ്ങളാണ് അതിനുള്ളത്. അതുപോലെ തന്നെ പുല്ല് പറിക്കാനൊക്കെ ഭയങ്കര ഈസിയാണ്. അടുത്തായിട്ട് നമ്മൾ ടാർപോളിൻ ഷീറ്റാണ്. ടാർപോളിൻ ഷീറ്റ് ഒരു 120 GSM-ന്റെ ടാർപോളിൻ ഷീറ്റാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. അതിൻ്റെ താഴത്ത് കല്ലുകളൊക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ മുകളിലൊരു കറുപ്പ് ഷീറ്റ് കൂടെ ഇടേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ കറുപ്പ് ഷീറ്റ് ഞാൻ മേടിച്ചിട്ടുണ്ട്. കറുപ്പ് ഷീറ്റിൻ്റെ വില എന്ന് പറയുന്നത് മീറ്ററിന് 20 രൂപയാണ്. അപ്പം നമ്മളത് 2 മീറ്റർ മേടിച്ചിട്ടുണ്ട്. നമ്മുടെ സൈസ് ഏകദേശം 2.25 മീറ്ററാണ്. അപ്പോൾ അങ്ങനെ അത് ആദ്യം വിരിച്ചിട്ടാണ് അതിൻ്റെ മുകളിൽ നമ്മൾ 120 GSM-ന്റെ പടുത ഷീറ്റ് വിരിക്കുന്നത്. ഈ ഷീറ്റ് വിരിക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ താഴത്തുള്ള കല്ലുകൾ ഇതുമായിട്ട് ഡയറക്റ്റ് കുത്തിക്കൊള്ളാതിരിക്കാൻ വേണ്ടിയാണ്. നമ്മളിപ്പോൾ 120 GSM ആണ് മേടിച്ചിരിക്കുന്നത്. 120 GSM എന്ന് പറഞ്ഞാൽ വളരെ സോഫ്റ്റ് ആണ്. അപ്പോൾ അത് താഴത്ത് കല്ലുകൾ ഉണ്ടാകുമ്പോൾ അത് കുത്തിക്കൊള്ളാതിരിക്കാൻ വേണ്ടിയാണ്. താഴത്തുനിന്ന് കുത്തിക്കൊള്ളുന്ന പോലെ തന്നെ സൈഡിൽ നമ്മളിപ്പോൾ വെച്ചിരിക്കുന്ന 6 ഇഞ്ചിൻ്റെ നമ്മുടെ ബ്രിക്കുകളാണ്. ബ്രിക്കിന് കുറച്ചുകൂടെ എഡ്ജുകൾ ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അത് നമ്മുടെ ടാർപോളിൻ ഷീറ്റ് കൊള്ളാതെ തന്നെ വെക്കുന്ന രീതിയിലായിരിക്കണം നമ്മൾ അതിൻ്റെ സൈഡും കൂടെ ക്ലിയർ ചെയ്ത് വെക്കേണ്ടത്. അപ്പോൾ നമ്മൾ ടാർപോളിൻ ഷീറ്റിൻ്റെ സൈഡിൽ ഉള്ള എല്ലാം ലെവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലെവൽ ചെയ്യുന്ന കുറച്ച് പണിയുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മളത് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് ലെവൽ ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. പടുതാക്കുളം ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടാണ് അടുത്തായിട്ടുള്ളത്. നമ്മൾ ഇതിൻ്റെ സ്ലോപ്പ് കറക്റ്റായിട്ടല്ല ചെയ്യുന്നതെങ്കിൽ ഇത് ക്ലീനിങ് വളരെ ബുദ്ധിമുട്ടായി മാറും. അത് നമ്മൾ വെറുതെ ഇട്ടേക്കേണ്ടി വരും അവസാനം. അതായത് ഇപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാകും. ആദ്യത്തെ ആവശ്യത്തിന് മാത്രം ചെയ്യുന്ന പോലെ ആവും. അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള സ്ലോപ്പ് കണ്ടുപിടിച്ചിട്ട് എവിടെയാണ് ഹോൾ ഇടേണ്ടതെന്നുള്ളത് തീരുമാനിക്കുന്നു. അതിനുശേഷം നമ്മൾ ഒരു FTA MTA വെച്ചിട്ട് ഇതിൻ്റെ ഹോളിട്ട് പ്രോപ്പറായിട്ട് പുറത്തേക്കുള്ള കണക്ഷൻ റെഡിയാക്കുകയാണ് ഞാനിപ്പം. അപ്പോൾ അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. FTA MTA ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ കണക്ഷൻ കറക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പുറത്തേക്കൊരു വാൽവ് ഇട്ടിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട്. അതുകൊണ്ട് നമ്മളിനി അടുത്തായിട്ട് വെള്ളം നിറച്ച് നോക്കുന്ന പരിപാടിയാണ്. അത് കഴിഞ്ഞുള്ള പണിയെന്ന് പറഞ്ഞാൽ ക്ലീനിങ് ആണ്. നമ്മൾ വെള്ളം നിറച്ച് ക്ലീൻ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യമായിട്ട് മേടിച്ച പടുത ആയതുകൊണ്ടുള്ള ഒരു ക്ലീനിങ് പ്രോസസ്സാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെള്ളം നിറച്ച് തുടങ്ങാം. വെള്ളം നിറച്ചതിന് ശേഷം അസോള കൊണ്ടൊന്ന് ഇട്ട് നോക്കാമെന്നാണ് വിചാരിക്കുന്നത്. എനിക്കിതുവരെ അസോളയുടെ സീഡ്സ് കിട്ടിയിട്ടില്ല. ഞാനിപ്പോൾ ഡെക്ക് വീഡ്സാണ് ഇതിൻ്റെ അകത്തേക്ക് ഇടുന്നത്. അപ്പോൾ അതിന് ശേഷം നമ്മൾ അസോള കിട്ടുന്നതനുസരിച്ച് അതിനെ ഇതിൻ്റെ അകത്തേക്ക് ഇടും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.